സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുസ്ലിം ലീഗിലും കോൺഗ്രസും പരസ്പരം പഴിചാരുന്ന അവസ്ഥയാണ്. കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണല്ലേ നൗഷാദ് പുളിക്കൽ. അപ്പോൾ കഴിഞ്ഞ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഈ ഇവരുടെ സംഘടനയും അതുകൂടാതെ കോൺഗ്രസ്സുകാരും പരസ്പരം പഴിചാരുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അതുപോലെ തന്നെ ഈ സംഘടനയുടെ ആളുകളൊക്കെ പറഞ്ഞത് ലീഗിലെ ഒരു ഉന്നത നേതാവ് ഏകാധിപത്യ മനോഭാവം കാണിച്ചു, അടിച്ചേൽപ്പിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് യു ഡി എഫിന് കിട്ടേണ്ട ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ നഷ്ടപ്പെട്ടതെന്നൊക്കെ പറയുണ്ടായിരുന്നു. നാട്ടുകാരുടെ ഇടയിലെ പ്രധാന ചർച്ച കുറേ കാലം യു ഡി എഫിൽ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നജീബ് കാന്തപുരം ഈ പെരിന്തൽമണ്ണയിൽ മത്സരിക്കാനെത്തി അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി പിന്നീട് ഇതെല്ലാം പരിഹരിച്ചു പോയി. കെ പി സി സി ജനറൽ സെക്രട്ടറി വി ബാബുരാജ് എല്ലാം ഒരുമിച്ച് ഒക്കെ പോയതാ. ടീം യു ഡി എഫ് ഒക്കെ ആയിരുന്നു. 102 സീറ്റ് നേടി അധികാരത്തിലെത്തി. ഇവിടെ എല്ലാം ഓക്കെ. പക്ഷേ ഇപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നു എന്നൊരു സംസാരമുണ്ട്. എന്താണ് ഇത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? താങ്കളൊന്ന് പറയും. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഈ അസ്വാരസ്യങ്ങളും പൊട്ടിത്തെറികളും എന്താണ് ഇതിൽ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പെരിന്തൽമണ്ണ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്. കാലങ്ങളായിട്ട് CPM ആണ് സർക്കിൾ ഭരിക്കുന്നത്. 11 അംഗ ഭരണസമിതിയാണ് ഇവിടെ ഉള്ളത്. അതിൽ ഏറ്റവും മെജോറിറ്റി ഉള്ള മേഖലകളിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അതർ സൊസൈറ്റീസിൽ നിന്നും മറ്റുമൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന 6 അംഗങ്ങളാണുള്ളത്. UDF ലഭിക്കാവുന്നത് 5 മണ്ഡലങ്ങൾ മാത്രമാണ്. 5 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പാക്സ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് 4 അംഗങ്ങളെ തിരഞ്ഞെടുക്കണം. പിന്നീട് 1 ഈ പാക്സിലെ ജീവനക്കാരുടെ പ്രതിനിധിയായിട്ട് ഒരാളും തിരഞ്ഞെടുക്കണം. ഞങ്ങൾ UDF മുന്നണിയായിട്ട് മത്സരിക്കാൻ തീരുമാനിക്കുകയും അതിൽ 3 സീറ്റിൽ ലീഗ് മത്സരിക്കുകയും ഇതൊക്കെ നിങ്ങൾ അന്ന് പറഞ്ഞതാണ്. ഇപ്പോഴുണ്ടാകുന്ന ഈ അസ്വാരസ്യങ്ങൾ അന്ന് നിങ്ങളിത് പറഞ്ഞു, സ്റ്റാറ്റസ് കോ ഇതെല്ലാം പറഞ്ഞു. പല കോൺഗ്രസിന്റെ നേതാക്കന്മാരും സ്റ്റാറ്റസ് കോ നിലനിർത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റാറ്റസ് കോയിലേക്കാണ് ഞാൻ വരുന്നത്. 5 മണ്ഡലങ്ങളാണ് UDF ഇവിടെ ജയിക്കാവുന്ന മണ്ഡലങ്ങൾ. അതിൽ 2 കോൺഗ്രസും 3 ലീഗുമാണ് മത്സരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ തർക്കം ഈ പറയുന്ന കോൺഗ്രസിന്റെ ലീഡേഴ്സ് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ജീവനക്കാരുടെ പ്രതിനിധിയിലേക്ക് മത്സരിക്കുന്നത് ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്. കാരണം ഇവിടെ പെരിന്തൽമണ്ണ താലൂക്കിലെ കോപ്പറേറ്റീവ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിലേക്ക് 500ഓളം മെമ്പർമാരാണ് ഉള്ളത്. ഈ 500 മെമ്പറിൽ 325 മെമ്പർമാരും ലീഗിന്റെ അനുഭാവികളായിട്ടുള്ള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ മെമ്പർമാരാണ്. ആ മണ്ഡലം കോൺഗ്രസ് അവകാശപ്പെട്ടപ്പോഴാണ് ഈ തർക്കത്തിലേക്ക് പോയിട്ടുള്ളത്. അതാണ് സ്റ്റാറ്റസ് കോ. മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് സംസാരിച്ച് ചർച്ച ചെയ്ത് പരിഹരിച്ചു പോയതാണെന്ന് നേരത്തെ തന്നെ പല ആളുകളും പറയുന്നു. അതുകൂടാതെ ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്നോട് പറഞ്ഞത്, ഇത് UDF ഒറ്റക്കെട്ടായി ഒരുപക്ഷെ നിന്നിരുന്നെങ്കിൽ, കോൺഗ്രസും ലീഗും ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ ഈ സ്ഥാനങ്ങൾ, ഈ ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ ഒരുപക്ഷെ അവർക്ക് കിട്ടിപ്പോയാനായിരുന്നു. പക്ഷേ അവർ പരസ്പരം കൊമ്പ് കോർത്ത് വിഴുപ്പലക്കലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് കിട്ടിയ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയൊക്കെ സംഭവിക്കും? അവർ പറയുന്ന മറിച്ചാണല്ലോ. അത് അവരങ്ങനെ പറയും, കാരണം ജാള്യത മറക്കണമല്ലോ എന്ന് പറഞ്ഞു. ഇതിപ്പോൾ നിങ്ങൾ പറയുന്നത് സ്റ്റാറ്റസ് കോയുടെ കാര്യമാണ്. ശരിയാണ്. ലീഗിൻ്റെ പല പ്രവർത്തകർ, പ്രധാനപ്പെട്ട ആളുകൾ എന്നോട് പറഞ്ഞു ഇക്കാര്യം. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് പറഞ്ഞതിനെക്കുറിച്ചും പറഞ്ഞു. ഇതിൽ നിന്നും എന്താണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? വീണ്ടും പഴയ അവസ്ഥയിലേക്ക് UDF സംവിധാനം ഇവിടെ പോവുകയാണോ എന്ന ആശങ്ക പ്രവർത്തകർക്കുണ്ട്. അതിനുള്ള മറുപടിയാണ്. ഒന്ന്, ഈ സർക്കിളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടായ ഈ പ്രശ്നം ഒരിക്കലും പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തെയോ മറ്റു ഭാഗങ്ങളെയോ മലപ്പുറം ജില്ലയിലെ UDF സംവിധാനത്തെയോ ബാധിക്കുന്ന പ്രശ്നമല്ല. പിന്നെ പെരിന്തൽമണ്ണയിലെ UDF നേതാക്കന്മാർ എടുത്ത തീരുമാനത്തെ അതിൻ്റെ ഗൗരവത്തിൽ ഞങ്ങൾ അംഗീകരിക്കും. പക്ഷേ അതിലൊരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഏത് മണ്ഡലത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? പെരിന്തൽമണ്ണ താലൂക്ക് സർക്കിളിലേക്കാണ്. പെരിന്തൽമണ്ണ താലൂക്ക് എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലമല്ല, മലപ്പുറം മണ്ഡലവും മഞ്ചേരി മണ്ഡലവും മങ്കട മണ്ഡലത്തിന്റെ പൂർണ്ണമായിട്ടും പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിന്റെ പൂർണ്ണമായിട്ടുമാണ്. അപ്പോൾ മുന്നണിക്കകത്ത് ഒരു ഡിസ്പ്യൂട്ട് വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഇവർ ആരോപിക്കുന്ന ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് പിന്നീട് അതിൽ തീരുമാനമെടുക്കേണ്ടത്.
4 മണ്ഡലങ്ങളുടെ പ്രശ്നം വരുമ്പോൾ പിന്നീട് പെരിന്തൽമണ്ണ താലൂക്കിന്റെ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ വിരലിൽ എണ്ണാവുന്ന 4 UDF നേതാക്കന്മാർ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല അത്. പിന്നീട് അത് തീരുമാനമെടുക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാസ്റ്ററാണ്. പിന്നെ അബ്ദുൽ ഹമീദ് മാസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിരന്തരമായി കുറ്റപ്പെടുത്തി ഏകാധിപത്യം കാണിക്കുന്നു എന്നും മുന്നണിയെ വിഭജിക്കാൻ ശ്രമിക്കുന്നു ഒക്കെ പറയുമ്പോൾ ഈ മലപ്പുറം ജില്ലയിലും പ്രത്യേകിച്ചും പെരിന്തൽമണ്ണ മണ്ഡലത്തിലും 55 വർഷത്തെ സഹകരണ മേഖലയിലുള്ള പരിചയമുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. മുന്നണിയെ എങ്ങനെ കൊണ്ടുപോകണമെന്നും മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ഒത്തൊരുമയോടുകൂടെ കൊണ്ടുപോയ ചരിത്രവുമാണ് ഹമീദ് മാഷക്കുള്ളത്. ഹമീദ് മാഷ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന രീതി ഒരിക്കലും അനുവദിക്കുന്നതല്ല. അത് ഞങ്ങൾ കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ ആളുകളും മുസ്ലിം ലീഗിന്റെ ആളുകളും ഒറ്റക്കെട്ടായി എതിർക്കും. കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് VS ജോയ് പെരിന്തൽമണ്ണയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന് അവകാശപ്പെട്ടത് ആര് തട്ടിയെടുക്കാൻ ശ്രമിച്ചാലും ശക്തമായി എതിർക്കും എന്ന് പറഞ്ഞു. പെരിന്തൽമണ്ണയിലെ കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായ വിഷയങ്ങൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, മറ്റ് പ്രധാനപ്പെട്ട ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് പരിഹാരം ഉണ്ടാകും, അവർക്ക് എന്താ പറയുക, അവർക്കുള്ളത് അവർക്ക് കിട്ടും എന്നൊക്കെ രീതിയിലൊക്കെ പറഞ്ഞത്, ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സാദിഖ് അലി തങ്ങളുടെ അടുത്തൊക്കെ എത്തിയൊരു വിഷയമാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഗൗരവം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ക്ലിയർ ആയിട്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 500 അംഗങ്ങളാണ് ഇവിടെ ജീവനക്കാരുടെ പ്രതിനിധിയായിട്ട് ഉള്ള സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അതിൽ 325ഓളം അംഗങ്ങൾ മുസ്ലിം ലീഗിന്റെ അനുഭാവ സംഘടനയായ കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ മെമ്പർമാരാണ്. കോൺഗ്രസിന് 100-ൽ താഴെയേ ഉള്ളൂ. അവിടെയാണ് പ്രശ്നം. അത്രയും മെജോറിറ്റി ഉള്ള ഒരു മണ്ഡലത്തിലേക്ക് എങ്ങനെയാണ് ലീഗിന്റെ ആളെ മാറ്റിയിട്ട് കോൺഗ്രസിന്റെ ഒരാളെ ഞങ്ങൾക്ക് നൽകാൻ കഴിയുക? അവിടെയാണ് പ്രശ്നം. അവർക്ക് 2 സീറ്റ് മത്സരിക്കാൻ അവർക്ക് കൊടുത്തിരുന്നു. പക്ഷെ അവരറിയാതെ, അവരിതെല്ലാം തീരുമാനിച്ചതിന് ശേഷം അവരെ അറിയിക്കാതെ പിറ്റേന്ന് ഇരുട്ടി വെളുത്തപ്പോൾ നിറം മാറി എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് അറിയാത്ത രീതിയിൽ അവർ നോക്കുമ്പോൾ വേറെ ആളുകൾ മത്സരിക്കുന്നു, ലീഗിന്റെ ആളുകൾ മത്സരിക്കുന്നു എന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ അവരെ പറ്റിക്കുകയായിരുന്നു എന്ന തരത്തിലാണ് അവരുടെ വാക്കുകളിൽ വ്യക്തമാകുന്നത്. അവർ കണ്ണടച്ചാൽ അവർക്ക് മാത്രമേ കാഴ്ച നഷ്ടപ്പെടൂ. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് കോൺഗ്രസിന്റെ അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട പല ആളുകളും ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇത്രയും മെജോറിറ്റിയുള്ള ലീഗിന് മെജോറിറ്റിയുള്ള ജീവനക്കാരുടെ പ്രതിനിധിയിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തിയിട്ട് അത് കോൺഗ്രസിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് കഴിയാത്ത കാര്യമാണ്. 2 കൊടുത്തത് എന്ന് പറയുന്നത് ഈ സഹകരണ ബാങ്കുകളിലെ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ നിന്നാണ്. അത് ഇപ്പോഴും കൊടുക്കാൻ തയ്യാറാണ്. ഈ നോമിനേഷൻ കൊടുക്കുന്ന അവസാന നിമിഷം ഞങ്ങൾ പറഞ്ഞു, നമുക്ക് ചർച്ച ചെയ്യാം, നിങ്ങൾ ഡയറക്ടർ ബോർഡ് പ്രതിനിധികളായി മത്സരിക്കുന്ന ആളുകളിൽ നിന്ന് 2 പേർക്ക് നോമിനേഷൻ കൊടുക്കണം. ഇല്ല, ഞങ്ങൾ ജീവനക്കാരുടെ പ്രതിനിധിയിലേക്കും ഈ മാനേജ്മെന്റ് പ്രതിനിധിയിലേക്കും മാത്രമേ മത്സരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ധിക്കാരപരം മാറി നിന്നതാണ്. അതാണ് യഥാർത്ഥം. ഇവർ പറയുന്ന സ്റ്റാറ്റസ് കോ ശരിയാണ്. 5 മണ്ഡലമാണ് UDF ലഭ്യമാകുന്നത്. അതിൽ 3 ലീഗിനും 2 കോൺഗ്രസിനും. പക്ഷേ മണ്ഡലങ്ങൾ മാറ്റമുണ്ട്. അത് ഇവർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. ജീവനക്കാരുടെ പ്രതിനിധികളിൽ മഹാഭൂരിപക്ഷമുള്ള ലീഗിന്റെ 325ഓളം വരുന്ന മെമ്പർമാരെ മാറ്റി നിർത്തിയിട്ട് 100-ൽ താഴെയുള്ള കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയെ നൽകണമെന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ മര്യാദയല്ല. കോൺഗ്രസിന് അങ്ങനെ മേധാവിത്വമുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ലീഗിന് അങ്ങനെ നൽകാൻ കഴിയുമോ? മലപ്പുറത്ത് മുസ്ലിം ലീഗിന് വ്യക്തമായ മേധാവിത്വമുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസ് ഇവിടെ 2ാം ഒരു ഘടകകക്ഷി എന്ന് തന്നെ പറയേണ്ടി വരും. കോൺഗ്രസിന് മുസ്ലിം ലീഗിന്റെ സഹായം ഇല്ലാതെ ഇവിടെ ജയിക്കാനോ ഒന്നിനും സാധിക്കില്ല. ഈ മലപ്പുറം ജില്ലയൊക്കെ വിട്ടുകഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നിഴലാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റും. എല്ലായിടത്തും ഇപ്പോൾ എറണാകുളത്തായാലും ഒരുപാട് സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ നിഴലാണ് മുസ്ലിം ലീഗ്. മലബാറിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ 2ഉം തുല്യമായിട്ടൊക്കെ പോകുന്നതുകൊണ്ട് ഇത്തിരി മെജോറിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഇവിടെ മുസ്ലിം ലീഗിന് കൂടുതൽ ആളുകളുള്ളത് കൊണ്ട് ഞങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു, കുഴപ്പമില്ല, എല്ലാം ശരിയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾ എല്ലാ ഇതും ഇത് കാണിക്കാറില്ല, ഞങ്ങൾ ഒരുമിച്ച് തന്നെ പോകുന്നത്. പക്ഷെ ഇവിടെ ചില വ്യക്തികൾ, അതായത് മലപ്പുറം ജില്ല, താങ്കൾ പറഞ്ഞ പോലെ ജില്ലാ ജനറൽ സെക്രട്ടറി എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ഏകാധിപത്യം, അദ്ദേഹത്തിന്റെ അടിച്ചേൽപ്പിക്കൽ നയം, ഇത് ഒരുപക്ഷെ LDF സഹായിക്കാനും UDF സംവിധാനത്തിനെ തകർക്കാനും എന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം എന്നോട്, ഞങ്ങളുടെ 1 ന്യൂസിനോട്
കോൺഗ്രസ് നേതാവ് പറഞ്ഞത്. മാത്രമല്ല അവരുടെ സംഘടനയുടെ ഒരാളും പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ കൂട്ടിയോജിപ്പിച്ച് എല്ലാം കൂടി വായിച്ചു വരുമ്പോൾ എന്താണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ ലീഗ് പ്രവർത്തകർ, അവരാണല്ലോ ഏറ്റവും വലുത് നേതാക്കള്, പ്രവർത്തകരുടെ വേർപ്പൊഴുക്കിയിട്ടുണ്ടാകുന്ന നേതാക്കന്മാരാണല്ലോ, അവരെന്ത് മനസ്സിലാക്കണം? ഒന്ന്, മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ മുസ്ലിം ലീഗ് ലീഡിംഗ് പാർട്ടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കാസർഗോഡ് ജില്ലയാവട്ടെ, കണ്ണൂർ ജില്ലയാവട്ടെ, കോഴിക്കോട് ജില്ലയിലാവട്ടെ, മലപ്പുറം, തൃശ്ശൂര്, പാലക്കാട്, ഈ വരുന്ന വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗിന് ശക്തമായ മേധാവിത്വമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാണ്, മുന്നണിക്കകത്തും. പക്ഷേ ഒരു സമ്മർദ്ദ രാഷ്ട്രീയവും കേരളത്തിൽ മുസ്ലിം ലീഗ് പയറ്റിയിട്ടില്ല. കാസർഗോഡാവട്ടെ, കണ്ണൂരാവട്ടെ, കോഴിക്കോടാവട്ടെ, ഇല്ല. എവിടെയും താങ്കൾ പറയുന്നത് ശരിയാണ്. പക്ഷേ മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന്റെ നേതാവ് കഴിഞ്ഞ ദിവസം വൺ ന്യൂസിനോട് പറഞ്ഞത്, മലപ്പുറം ജില്ലയിൽ ഒരു ജില്ലാ ജനറൽ സെക്രട്ടറി ഏകാധിപത്യവും അടിച്ചേൽപ്പിക്കൽ നയവും സ്വീകരിച്ച് LDF-നെ സഹായിച്ച് UDF-ന്റെ സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് അത് വ്യക്തമായി പറഞ്ഞത് വൺ ന്യൂസിന്റെ ചാനലിൽ വാർത്തയിൽ പോയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താ പറയാ, വിഷമം പറച്ചിലാണോ അതോ എന്തെങ്കിലും കണക്കൂട്ടി പറഞ്ഞാണോ എന്നാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണടച്ചിരുട്ടാക്കുന്ന സ്വഭാവം. മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാസ്റ്ററെ കുറിച്ചറിയുന്ന ആളുകൾ, അദ്ദേഹം മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി എന്ന നിലയിൽ എത്ര തന്മയത്വത്തോടു കൂടെയാണ്, മുന്നണി മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ സഹകരണ മേഖലയിലാണല്ലോ ഇപ്പോൾ ഈ തർക്കം ഉടലെടുത്തത്. സഹകരണ മേഖലയിൽ അദ്ദേഹത്തിന് 19 വർഷത്തെ പാരമ്പര്യമുണ്ട്. അത് ഇടതുപക്ഷത്തിനോടായാലും വലതുപക്ഷത്തിനോടായാലും സഹകരണ മേഖലയുടെ വിജയത്തിന് വേണ്ടി ഒത്തൊരുമയോടുകൂടെ നിന്ന ചരിത്രമാണ്. ഹമീദ് മാസ്റ്ററെ ഒരിക്കലും ഈ വിഷയത്തിലേക്ക് കുറ്റപ്പെടുത്തരുത്. ഹമീദ് മാസ്റ്റർ എന്തുകൊണ്ട് ഇതിൽ പറഞ്ഞതല്ല, ഈ കോൺഗ്രസിന്റെ കഴിഞ്ഞ ദിവസം വൺ ന്യൂസിനോട് സംസാരിച്ച കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞതാണ്, ജില്ലാ ജനറൽ സെക്രട്ടറി ആണ് ഇതിനൊക്കെ കാരണക്കാരനെന്ന്. ജില്ലാ ജനറൽ സെക്രട്ടറി കാരണക്കാരനായത് എങ്ങനെയാണ്? നമ്മുടെ പെരിന്തൽമണ്ണ താലൂക്ക് എന്ന് പറയുന്നത് 4 മണ്ഡലങ്ങളുടെ പ്രശ്നമാകുമ്പോൾ പെരിന്തൽമണ്ണയിലെ UDF-ന്റെ ആളുകൾ മാത്രമല്ല ഇതിൽ പങ്കാളികളാവേണ്ടത്. ഇവിടെ ജില്ലാ തലത്തിലേക്ക് അതിന്റെ ചർച്ച വരണം. കാരണം 4 മണ്ഡലങ്ങളെ ബാധിക്കുന്ന താലൂക്കിന്റെ പ്രശ്നമാണിത്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ലീഡിംഗ് പാർട്ടി എന്ന നിലയിൽ അബ്ദുൽ ഹമീദ് മാസ്റ്റർ അതിൽ ഇടപെടും. അദ്ദേഹം കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി ഒരു സമവായത്തോട് പോകാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു. ഇപ്പോൾ ഈ ചെയർമാൻ തെരഞ്ഞെടുപ്പിന്റെ മുൻപും കോൺഗ്രസിന്റെ ലീഡേഴ്സിന് ആണ് നിലവിൽ 11 അംഗ കമ്മിറ്റിയിൽ 6 അംഗ കമ്മിറ്റി ഇടതുപക്ഷവും 5 അംഗ കമ്മിറ്റി ലീഗുമാണുള്ളത്. ഇതിൽ ചെയർമാൻഷിപ്പ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറലിനും അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഡിറ്റർക്കും അങ്ങനെ 2 ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിൽ വോട്ടിംഗ് പവർ ഉണ്ട്. ഇടതുപക്ഷത്തെ സഹായിക്കുന്നതിന് വേണ്ടി ലീഗിന് UDF-ന് വോട്ട് ചെയ്യാതിരിക്കാൻ കോൺഗ്രസിന്റെ ചില മണ്ഡലത്തിലെ സംസ്ഥാന നേതാക്കന്മാർ ഇരുട്ടിന്റെ മറവിൽ കളിച്ചു എന്നുള്ളത് ബോധ്യമാണ്. അത് അവരെത്ര കണ്ണടച്ചിരുട്ടാക്കിയാലും അത് അവർക്കേ കാണാതാവുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, കോൺഗ്രസിന്റെ ലീഡേഴ്സിന് മനസ്സിലായിട്ടുണ്ട്, CPM-ന്റെ ലീഡേഴ്സിന് മനസ്സിലായിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരെ, നിങ്ങൾ ലീഗിന് അനുകൂലമായി വോട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഈ ഉദ്യോഗസ്ഥന്മാരെ 2 പേരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ. ഉന്നതമായ ഈ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ നേതാവ്, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം ഞങ്ങൾ ഇന്ന് ഈ പ്രശ്നം കഴിഞ്ഞാൽ നാളെ ഞങ്ങൾ ഒരുമിച്ച് നടക്കേണ്ടവരാണ്. പക്ഷേ അവരൊന്നും മനസ്സിലാക്കണം, ഈ പെരിന്തൽമണ്ണ താലൂക്കിന്റെ സർക്കിളിന്റെ ഭരണം അവരുടെ ഈ ചിന്താഗതി കൊണ്ട് നഷ്ടപ്പെടുമ്പോൾ ഇവിടുത്തെ സർക്കിളിന് ചരിത്രത്തിൽ ആദ്യമായിട്ട് സർക്കിളിലേക്ക് ഭരണത്തിലേക്ക് വരാൻ UDF-നുള്ള അധികാരമാണ് നഷ്ടപ്പെടുത്തിയത്. 100% കിട്ടേണ്ടതായിരുന്നു. ഈ 2 ഉദ്യോഗസ്ഥന്മാരെ നിങ്ങളെ ഇവിടെ നിന്ന് ലീഗ് പറയുന്നത് പോലെ ആ പാനലിൽ നിങ്ങൾ വോട്ട് ചെയ്താൽ നിങ്ങളെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ നിസ്സഹായാവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ലീഡ് ചെയ്യുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഈ ഉദ്യോഗസ്ഥന്മാർ ഈ പറയുന്ന നേതാവിന് അനുകൂലമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ മുസ്ലിം ലീഗിന്റെ വിൽ പവർ എന്താണെന്ന് അവർക്കും മനസ്സിലാകാൻ പോകുന്നതേ ഉള്ളൂ. അവർക്കും അനുഭവിക്കേണ്ടി വരും. പ്രശ്നങ്ങളൊക്കെ രമ്യതയിൽ പരിഹരിച്ച് ഇപ്പോഴുണ്ടായ സംവിധാനങ്ങൾ ഒരു വലിയ നഷ്ടമാണ്. കാരണം UDF-ന് ചിലപ്പോൾ ചെയർമാൻ സ്ഥാനവും ഇതൊക്കെ കിട്ടേണ്ടതായിരുന്നു. ഈ നഷ്ടം പെട്ടെന്നൊന്നും നികത്താൻ പറ്റാത്തതാണെന്ന് താങ്കളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം UDF സംവിധാനം എന്നത് മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് പെരിന്തൽമണ്ണയിലൊക്കെ വളരെ ശക്തമായി ഒന്നിച്ച് നിന്നതായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു
സർക്കിൾ യൂണിയൻ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും ഇങ്ങനെയൊക്കെ ആവുന്നെങ്കിൽ പ്രവർത്തകർക്ക് നിരാശ സമ്മാനിക്കുന്ന ഒരു കാര്യമാണത്. അപ്പൊ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള നടപടിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അതിനുള്ള ഒരു സമവായത്തിലെത്താനുള്ള കാര്യങ്ങൾ വല്ലതും നടന്നിട്ടുണ്ടോ എന്നും കൂടി അറിയാം. ഇവിടെ ഈ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ അവരെ ഉന്നയിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ 2 MLA-മാരുമായിട്ട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. പാർട്ടി പറയുന്നത് നടപ്പിലാക്കാനാണ് ജനപ്രതിനിധികൾ, MLA-മാരാവട്ടെ MP-മാരാവട്ടെ, പാർട്ടി പറയുന്നത് നടപ്പിലാക്കാനാണ്. അല്ലാതെ MLA-മാർ പറയുന്നത് പാർട്ടി നടപ്പിലാക്കുന്ന പരിപാടി ആ ഒരു കീഴ്വഴക്കം മുസ്ലിം ലീഗിലില്ല, കോൺഗ്രസിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഇവിടുത്തെ മുന്നണി സംവിധാനങ്ങൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനേക്കാൾ വലിയ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ചർച്ചകളിലൂടെ പരിഹരിച്ചു പോയതാണ്. പക്ഷേ ഇപ്പോ ഈ വിഷയത്തിൽ ചില പെരിന്തൽമണ്ണ താലൂക്കിലെ സംസ്ഥാന കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരുടെ ഇടപെടലുകൾ ഒരു സ്വച്ഛാധിപത്യ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് ഞങ്ങൾക്ക് വകവെച്ചു കൊടുക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ 3/2 ഭൂരിപക്ഷമുള്ള ജീവനക്കാരുടെ പ്രതിനിധികളുണ്ട് ഇവിടെ. അവരെ ഒന്നുമല്ലാതാക്കിയിട്ട് എങ്ങനെയാണ് ഞങ്ങൾ ആ സീറ്റിനെ ഞങ്ങൾ ത്യാഗം ചെയ്യുക? അതൊരിക്കലും കഴിയില്ല. കാര്യങ്ങളൊക്കെ താങ്കൾ പറഞ്ഞത് കാര്യങ്ങളൊക്കെ മനസ്സിലായി, സ്റ്റാറ്റസ് കോ എന്താണെന്ന് മനസ്സിലായി, കോൺഗ്രസ് അത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് താങ്കൾ പറഞ്ഞു. അവസാനമായിട്ട്, കാരണം നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ, അവസാനമായിട്ട് ഇത് ഒന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഇനി സാധ്യമാകില്ലേ എന്ന അവസാനം ഒരു ചോദ്യം കൂടി. തീർച്ചയായിട്ടും സാധ്യമാവും. കാരണം UDF സംവിധാനം ഞാൻ നിങ്ങളോട് മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഇതൊരു കേവലമായൊരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ മാത്രമല്ല. ഞങ്ങൾ തമ്മിലൊരു ബ്ലഡ് റിലേഷൻഷിപ്പ് ഉണ്ട്. കഴിഞ്ഞ 19 വർഷമായിട്ട് ഞങ്ങളുടെ എക്കാലത്തെയും നേതാവായിട്ടുള്ള കായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും ലീഡർ K കരുണാകരനും ഒരുമിച്ചിരുന്നുണ്ടാക്കിയ ഒരു ബന്ധമാണിത്. ഇതങ്ങനെ കേവലമായിട്ടുള്ള ചില പ്രാദേശിക കോൺഗ്രസ് ലീഡേഴ്സിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ തകർന്നു പോകുന്ന മുന്നണിയൊന്നുമല്ല. ഞാൻ ഫസ്റ്റ് സൂചിപ്പിച്ചതുപോലെ ഈ സർക്കിളിലെ ചെറിയൊരു പ്രശ്നം, ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ജില്ലയിലാകമാനം അല്ലെങ്കിൽ സംസ്ഥാനത്താകമാനം കോൺഗ്രസുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും എന്നൊന്നുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വ്യക്തിപരമായി ആരെയും അടിച്ചധിക്ഷേപിക്കുന്നില്ല. കാരണം നാളെ ഇതുപോലെ ചേർന്നിരുന്ന് തോളോട് തോൾ ചേർന്ന് നിന്ന് ഇവിടുത്തെ ഫാസിസ്റ്റ് സർക്കാരുകൾക്കെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും ഒക്കെ മുന്നോട്ട് പോകേണ്ട ആളുകളാണ് ഞങ്ങൾ. ഇത് ഇങ്ങനെ ഒരു പ്രശ്നം സ്റ്റാറ്റസ് കോ എന്താണെന്ന് പറയാതെ കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു സ്വഭാവം കാണിച്ചു. അതാണ് പ്രശ്നം. സ്റ്റാറ്റസ് കോ 2 സീറ്റാണ് കോൺഗ്രസിന് നൽകുന്നത്, 3 സീറ്റാണ് ലീഗ് മത്സരിക്കുന്നത്. പക്ഷേ ഈ 2 സീറ്റിൽ 2ഉം ഈ പാക്സിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങളിൽ നിന്നാണ് കോൺഗ്രസിന് നൽകി വരാറുള്ളത്. അതിന് വിപരീതമായി ഏകപക്ഷീയമായി ഇവര് ജീവനക്കാരുടെ പ്രതിനിധിയെ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. ഈ ജീവനക്കാരുടെ പ്രതിനിധിയെ ഒരിക്കലും ഞങ്ങൾക്ക് നൽകാൻ കഴിയില്ല. ഇവിടെ 300 മെമ്പർമാർ കോൺഗ്രസിനായിരുന്നുവെങ്കിൽ ഞങ്ങളത് ആവശ്യപ്പെടില്ല. അവർക്ക് ലീഗിനും അത് നൽകാൻ കഴിയില്ല. ഉറപ്പാണല്ലോ ആ വിഷയം. അവിടെയാണ് പ്രശ്നം. ഒന്നും അകലെയല്ല. ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം, പക്ഷേ അസാധ്യമല്ല. പുതിയൊരു തുടക്കം കരുതലോടെ. അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി.